റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചേ? നമ്മുടെ മിനറൽസുകളെ പറ്റി പഠിച്ചു അല്ലേ? മിനറൽസിൻ്റെ ടൈപ്പ്, ഈ മിനറൽസ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിച്ചു. സോ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തായിരിക്കും? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഏതൊക്കെ തരത്തിലാണുള്ളത്, അത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്താണ്, അത് എവിടെയാണ് കാണുന്നത്, അതിൻ്റെ റീസൺസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പറഞ്ഞിട്ട് എന്താണ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു റോ മെറ്റീരിയലിനെ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ പ്രോഡക്റ്റാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്, അല്ലെ ഉൽപ്പാദനം എന്ന് മലയാളത്തിൽ പറയും. എന്താണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇരുമ്പ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കറിയാം, ഇരുമ്പ് ഒരു മിനറലാണ് അല്ലേ? പലതരം ക്വാളിറ്റിയിലുള്ള ഇരുമ്പ് ഓറുകളുണ്ട് അല്ലെ? ഇരുമ്പ് കാണുന്ന സ്ഥലത്തിനാണല്ലോ ഇരുമ്പ് ഓറെന്ന് പറയുന്നത് അല്ലേ? അത് മറ്റൊരു ഇമ്പ്യൂരിറ്റി ആയിട്ട് മിക്സ് ചെയ്തിരിക്കും, നമ്മളത് കുഴിച്ചെടുത്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് ഇരുമ്പാക്കി മാറ്റും. ഈ ഇരുമ്പെന്ന് പറയുന്ന സാധനം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വല്ല ഗുണമുണ്ടോ? ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ട് നമുക്ക് എന്താ ഗുണം? പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഇല്ല. എന്നാൽ ഈ ഇരുമ്പിനെ നമുക്ക് മറ്റൊരു ഉൽപ്പന്നമാക്കി മാറ്റുമ്പോൾ, ഉദാഹരണത്തിന് ഇരുമ്പിനെ നമ്മൾ മാറ്റി ഒരു കത്തി ഉണ്ടാക്കി, ആ കത്തി നമുക്ക് ഉപയോഗമുണ്ട്. ഒരു മൺവെട്ടി ഉണ്ടാക്കി, അതുകൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട്. അത് വെച്ചൊരു കാറുണ്ടാക്കി അല്ലെങ്കിൽ ഒരു മെഷീൻ ഉണ്ടാക്കി, എന്ത് വേണോ ആയിക്കോട്ടെ, നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ തന്നെ ആലോചിച്ച് നോക്കി, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു ഇരുമ്പ് നമുക്കതിനെ റോ മെറ്റീരിയൽ എന്ന് വിളിക്കാം. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറേ മെഷീനിലൂടെയൊക്കെ കടത്തിവിട്ട് കുറേ ആൾക്കാരുടെ എഫേർട്ടൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നു? അതൊരു ഉൽപ്പന്നം, ഒരു പ്രോഡക്റ്റാക്കി മാറുന്നു. ഇത് നടക്കുന്ന സ്ഥലമാണ് എന്ത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ മിനറൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം പല സ്ഥലങ്ങളിലായിട്ട്. എന്താ മിനറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേപോലത്തെ കെമിക്കൽ കോമ്പോസിഷൻ ഉള്ള നമ്മുടെ ഭൂമിയിൽ നിന്ന് നാച്ചുറലി കിട്ടുന്ന വസ്തുക്കളാണ് എന്താ? മിനറലുകൾ എന്ന് പറയുന്നത്. അത് പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ ആ മിനറൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളതിനെ റിഫൈൻ ചെയ്യും അല്ലേ? നമ്മൾ റിഫൈനിങ് പ്രോസസ്സിലൂടെ കടത്തി വിട്ടിട്ട് നമ്മളതിനെ റോ മെറ്റീരിയലാക്കി മാറ്റും, അല്ലെങ്കിൽ ഒരു ഇരുമ്പാക്കി മാറ്റും. ഈ ഇരുമ്പിനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കും. അപ്പോഴാണ് നമ്മളതിനെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ പലതരം റോ മെറ്റീരിയൽസിനെ പലതരം ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നുണ്ട് അല്ലേ? പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല ഇൻഡസ്ട്രികളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാടുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടി വരും അല്ലേ? അതിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പല പല ഗ്രൂപ്പുകളാക്കി തിരിക്കേണ്ടി വരും. അപ്പോൾ എന്ത് തരം റോ മെറ്റീരിയലാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി, ബേസ്ഡ് ഓൺ റോ മെറ്റീരിയൽസ്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികൾ നമുക്ക് കണ്ടു ഈ കാണുന്ന രീതിയിൽ 5ഓളം തരങ്ങളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളാണ്. ഒന്ന്, അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി. പേരിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അഗ്രോ എന്ന് വെച്ചാൽ കൃഷി, അഗ്രികൾച്ചർ. അപ്പോൾ കൃഷിയിൽ നിന്ന് കിട്ടുന്ന സാധനം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗർ കെയിൻ, കരിമ്പ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാക്ടറിയിലൂടെ മാറ്റി പഞ്ചസാരയാക്കി മാറ്റുന്നു. എന്താണ്? ഒരു അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. ഇനി മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരുമ്പ് എന്ന് പറയുന്ന സാധനം. ഇരുമ്പ് അതിനോടൊപ്പം ചെറിയ മറ്റൊരു ഉൽപ്പന്നം ചേർത്ത് സ്റ്റീലാക്കി മാറ്റുന്നു. അയൺ ആൻഡ് സ്റ്റീൽ എന്ന് നമ്മളതിനെ പറയും. ഇനി കെമിക്കൽ ഇൻഡസ്ട്രി അല്ലേ? നമുക്ക് മിനറലായി കിട്ടുന്ന പെട്രോളിയം, ഞാൻ പറഞ്ഞു അതൊരു കറുത്ത സ്മെല്ലുള്ള ക്രൂഡ് ഓയിലാണ്. അതിന് പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ കെമിസ്ട്രി ഒക്കെ കുറച്ച് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ പെട്രോളിയം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി കെമിക്കൽ ഇൻഡസ്ട്രിക്ക് എക്സാമ്പിളാണ്. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നു, ഒരു കെമിക്കൽ ഇൻഡസ്ട്രിയാണ്. അമോണിയ വളം ഉണ്ടാക്കുന്നു, ഒരു കെമിക്കൽ ഇൻഡസ്ട്രിയാണ്. ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി. ഫോറസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ വനം, വനത്തിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട സാധനം മരം, മരത്തിൽ നിന്നുണ്ടാക്കുന്ന പേപ്പർ ഉദാഹരണമായിട്ട് പറയാമല്ലോ. അനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രി, മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകൾ എന്ന്, ഉദാഹരണം ലെതർ ഇൻഡസ്ട്രി അല്ലേ? നമ്മളധികം പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സാധനം അല്ല, എന്നാൽ പോലും ലെതർ നമ്മുടെ നാട്ടിൽ കിട്ടുന്നൊരു സാധനമാണല്ലോ. എന്താ? മൃഗങ്ങളുടെ തോലിൽ നിന്നാണിത് നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാണെന്ത്? അനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രി. മീറ്റ് ഉണ്ടാക്കുന്നത്, മീറ്റ് പ്രോസസ്സ് ചെയ്യുന്നത് ഒക്കെ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. അപ്പോൾ എന്ത് റോ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്? എന്ത് റോ മെറ്റീരിയൽ അല്ലേ? റോ ആയിട്ടുള്ള മെറ്റീരിയൽ, പച്ചയായിട്ടുള്ള മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ ഓർത്ത് വെച്ചോ. അതിന് നമ്മളൊരു പ്രോസസ്സിലൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് അതിനൊരു പ്രോഡക്റ്റാക്കി മാറ്റാൻ പറ്റും. അതാണെന്ത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. അപ്പോൾ എന്താണ് നമ്മുടെ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി 5ആയി തിരിക്കാം. അഗ്രോ എന്ന് വെച്ചാൽ കൃഷിയിൽ നിന്ന് കിട്ടുന്നത് ഷുഗർ. മിനറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനറൽ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, ഇരുമ്പും അയൺ ആൻഡ് സ്റ്റീലും. അതുപോലെ വരുന്ന കെമിക്കലിനകത്താണെങ്കിൽ പെട്രോളിയം, ഫോറസ്റ്റിലാണെങ്കിൽ പേപ്പർ, അനിമലിലാണെങ്കിൽ ലെതർ എന്നിങ്ങനെ നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് റോ മെറ്റീരിയലിനെ പ്രോസസ്സ് ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റാക്കി മാറ്റുന്നു. 5 തരത്തിരിക്കാനായിട്ട് സാധിക്കും. വേറൊന്നും അതിനകത്ത് ഇവിടെ പറയാനായിട്ട് നമുക്ക് ഇല്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന പ്രധാനപ്പെട്ട പല മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികളുടെ ലൊക്കേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രികളുണ്ട്,
അയണൈൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഉണ്ട്, പെട്രോ കെമിക്കൽ, അതാണ് നമ്മൾ പറഞ്ഞ പെട്രോളിയം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പെട്രോളിയത്തിൽ നിന്നും മറ്റ് പല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. നമ്മൾ ഈ വാസ്ലീൻ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങളുടെയൊക്കെ പലരുടെ വീട്ടിലുണ്ടാവും. അത് പെട്രോളിയം ജെല്ലിയാണ്, പെട്രോളിയത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഗ്രീസ് എന്ന് പറയുന്നത് നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം, അതും പെട്രോളിയത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ പെട്രോളിയത്തിൽ നിന്ന് പല പല പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു ബൈ കെമിക്കൽ മീൻസ്. സോ പെട്രോ കെമിക്കൽസ്. സിൽക്ക് ഇൻഡസ്ട്രി, സിൽക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മൃഗത്തിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലെ, പട്ടുനൂൽ പുഴുവിൽ നിന്ന് കിട്ടുന്നത്. അനിമൽ ബേസ്ഡിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ വേണമെങ്കിൽ അഗ്രോയ്ക്കകത്തും പറയാം. കോട്ടൺ നല്ല വ്യക്തമായിട്ട് പറയാം ഏതാണ്, അഗ്രോ ആണ് അല്ലേ, ഏതാണ് അഗ്രോ ആണ് അല്ലേ. കോട്ടൺ, പരുത്തി കൃഷി എന്നൊക്കെ നമുക്ക് പറയുന്നത് അല്ലേ, കൃഷിയാണല്ലോ. അപ്പോൾ ഇതിവിടെ ഒരുപാട് എണ്ണം ഉണ്ട്. നമ്മളതിൽ കുറച്ച് മെയിനായിട്ടുള്ളത് നോക്കി വെച്ചാൽ മതി. കണ്ടോ, ഇവിടെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, തമിഴ്നാട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലത്ത് കാണാനുണ്ട്. സോ നമുക്ക് അതിലോട്ട് പോകണം. നമുക്ക് ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ നോക്കാം. ലുക്ക് അറ്റ് ദ മാപ്പ് ആൻഡ് കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ. മേജർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയും അത് ഏതൊക്കെ സംസ്ഥാനത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അയൺ ആൻഡ് സ്റ്റീൽ ഒഡീഷയിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ജാർഖണ്ഡ് കൂടെ എഴുതി ചേർക്കാം. ഇനി കോട്ടൺ ഇൻഡസ്ട്രി എവിടെയൊക്കെ കാണുന്നുണ്ട്? കോട്ടൺ ഇൻഡസ്ട്രി എന്ന് വെച്ചിട്ട് മഞ്ഞ പൊട്ട് പോലെ കാണുന്നതാണ് അല്ലേ കോട്ടൺ. ഇതാ കണ്ടോ, മഹാരാഷ്ട്രയിൽ നമുക്ക് കോട്ടൺ ഇൻഡസ്ട്രി കാണാൻ പറ്റുന്നുണ്ട്, കർണാടകയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആന്ധ്രാപ്രദേശിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, ഗുജറാത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, മധ്യപ്രദേശിൽ കാണാൻ പറ്റുന്നുണ്ട്, രാജസ്ഥാനിലും എന്ത് ചെയ്യുന്നുണ്ട്, കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഉത്തർപ്രദേശിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ലേ? ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? സംസ്ഥാനങ്ങൾ എഴുതിക്കോ. അടുത്ത് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി. പെട്രോ കെമിക്കൽ എന്ന് പറയുമ്പോൾ സിമ്പിൾ ഏതാ, റെഡ് കളർ അല്ലേ. അപ്പോൾ പെട്രോ കെമിക്കൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പെട്രോ കെമിക്കൽ ഇല്ല, പക്ഷേ നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും പെട്രോ കെമിക്കൽ. നോക്കി, പെട്രോ കെമിക്കൽ എന്ന് വെച്ചാൽ റെഡ് ട്രയാങ്കിൾ ആണ് അല്ലേ. റെഡ് ട്രയാങ്കിൾ എവിടെയുണ്ട്? ഇവിടെ നോക്കി, റെഡ് ട്രയാങ്കിൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല, എൻ്റെ കാഴ്ചയുടെ കുഴപ്പമാണോ എന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ നിങ്ങൾ എവിടെ റെഡ് ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ഇല്ലല്ലേ. കാണുന്നുണ്ടോ പെട്രോ കെമിക്കൽ? ഇവിടെ പെട്രോ കെമിക്കൽ സാധാരണ ഗുജറാത്തിൽ ഒരെണ്ണം കാണേണ്ടതാണ്. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മാപ്പിനകത്ത് പെട്രോ കെമിക്കൽ ഇത് കാണാനില്ലടേ. പെട്രോ കെമിക്കൽ ഒന്നും കാണാനില്ലേ? പെട്രോ കെമിക്കൽ എവിടെ പോയി? അയ്യോ, പെട്രോ കെമിക്കൽ ഇല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ ഈ മാപ്പിനകത്ത്. പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി ട്രയാങ്കിൾ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? ട്രയാങ്കിളിൻ്റെ സിമ്പിൾ വല്ലതും മാറിപ്പോയി കൊണ്ട് സത്യമായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഗുജറാത്തിൽ എന്തായാലും ഉണ്ട്, ജാംനഗറിൽ ഉണ്ട് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി, അതെനിക്കറിയാം. ഓക്കെ, വേറെ ഒന്നും ഞാനിവിടെ കാണുന്നില്ല. നിങ്ങളേതെങ്കിലും കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, എന്തായാലും ഉണ്ട്, ഞാനിവിടെ മാപ്പിൽ ഇട്ടിട്ടുണ്ട്. ഗുജറാത്തിൽ, മഹാരാഷ്ട്രയിലും ഒഡീഷയിലും തമിഴ്നാട്ടിലും ഒക്കെ എന്തുണ്ട്, പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇത് അല്ലാതെ ഞാൻ എഴുതിയതാണ്, ഇതിനകത്ത് നോക്കി എഴുതിയതല്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ട്രയാങ്കിളാണോ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ആയിട്ട് മാറിപ്പോയതാണോ എന്ന് അറിയില്ല. അതോ ഇനി എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ? നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പറ. ഓക്കെ, പെട്രോ കെമിക്കൽ. നെക്സ്റ്റ് വരുന്നതാണ് ഏത്? സിൽക്ക് റെഡ് ഡോട്ട്. സിൽക്ക് ഇതാ ഒരുപാടുണ്ട് അല്ലേ. സിൽക്ക് ഇതാ തമിഴ്നാട്ടിലും ഒടുക്കത്തെ സിൽക്ക്, കർണാടകയിൽ, ആന്ധ്രയിലും ഒക്കെ എന്തുണ്ട്, സിൽക്ക് ഇൻഡസ്ട്രീസ് ഉണ്ട്. എവിടെ നമ്മൾ 5-6 അങ്ങോട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ ഇൻഡസ്ട്രീസ് കംപ്ലീറ്റ് തീരുന്നു. അങ്ങനെയുള്ള ഇൻഡസ്ട്രികൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഏതാണ്, അത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ്. കാരണം നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കടാ, എല്ലാ വസ്തുക്കൾക്കകത്തും അയണോ സ്റ്റീലോ അതിൻ്റെ ഒരു വകഭേദമോ ഇല്ലാത്തൊരു ഉൽപ്പന്നം ഇല്ല അല്ലേ. ഞാനിപ്പോൾ പറയുമ്പോൾ ഞാൻ ഈ മൈക്ക് വെച്ചേക്കുന്ന സ്റ്റാൻഡ് ഇരുമ്പാ. ഇത് ചുറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയത്തക്കതാ, മൊബൈലിൻ്റെ ഒരു സ്റ്റാൻഡ് ഇരിപ്പുണ്ട്, അതിലും സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഡോറിൻ്റെ വിജാഗിരി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും? നമ്മുടെ ഹിഞ്ച് ഉണ്ടല്ലോ, ജോയിൻറ്റ്, ആ സാധനം, കണ്ടക്ടറുകൾ എല്ലാം ഇരുമ്പാണ്. അപ്പോൾ ഇരുമ്പെന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അമംഗ് ദ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് വിച്ച് ആർ ഫെമിലിയർ, ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അല്ലേ. വ്യാവസായികമായിട്ടുള്ള എല്ലാ ഡെവലപ്മെൻറ്റിനുകൾക്കും അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് ഫാക്ടറി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇരുമ്പെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? കുറേ ഇരുമ്പ് തൂണും ഇരുമ്പ് പൈപ്പും മെഷീനുകളും ഒക്കെയാണ്. ഇതിലെല്ലാം ഇരുമ്പ് വേണം അല്ലേ. സോ ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് കോൾഡ് ദ ബേസിക് ഇൻഡസ്ട്രി. അത് നമുക്ക് എന്ത് വിളിക്കാം? ബേസിക് ഇൻഡസ്ട്രി എന്ന് വിളിക്കാം. കാരണം ഈ പറയുന്ന ഇരുമ്പ് പല കമ്പനികളിലേക്ക് പോകുന്നുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിൽ അടുക്കള ഉപയോഗിക്കുന്ന കത്തി മുതൽ നമ്മുടെ വണ്ടിയിട്ടുള്ള എഞ്ചിൻ വരെയുള്ള ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? ഇരുമ്പ് വെച്ചിട്ടാണ്. പിന്നുണ്ടാക്കിയിട്ടുള്ളത് ഇരുമ്പ് വെച്ചിട്ടാണ്. റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടുണ്ട്? ഇരുമ്പിൻ്റെ സ്റ്റീൽ വെച്ചിട്ട് ഉണ്ട്. സോ മറ്റു എല്ലാ വസ്തുക്കൾക്ക് റോ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്തെന്ന് വിളിക്കാം? ഒരു ബേസിക് ഇൻഡസ്ട്രി എന്ന് വിളിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയെ ബേസിക് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്? കാരണം ദ അയൺ ആൻഡ് ഇൻഡസ്ട്രി ഈസ് കോൾഡ് ദ ബേസിക് ഇൻഡസ്ട്രി ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ് റോ മെറ്റീരിയൽ ആൻഡ് പ്രോഡക്റ്റ് റിക്വയർഡ് ഫോർ അതർ ഇൻഡസ്ട്രീസ്. മറ്റ് ഇൻഡസ്ട്രികൾക്ക് വേണ്ട റോ മെറ്റീരിയൽ ഇവിടുന്ന് കൊടുക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ
ഇതൊരു അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ്. നമ്മുടെ ജംഷഡ്പൂരിലുള്ള അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയാണെന്ന് വിചാരിക്കുക. ഇവിടേക്ക് നമ്മുടെ എന്ത് വരുന്നു? നമ്മുടെ ഓറായിട്ടുള്ള അയണും അതിൻ്റെ ഇമ്പ്യൂരിറ്റിയും വരുന്നു. ഇതിന് നമ്മൾ പ്യൂരിഫൈ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് എന്താക്കി പുറത്തിറക്കും? സ്റ്റീലാക്കി പുറത്തിറക്കും. എന്നാൽ ഈ സ്റ്റീൽ നിങ്ങൾ എവിടെയും ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. ഈ സ്റ്റീലിനെ മറ്റൊരു കമ്പനി വാങ്ങിച്ച് ഒരു പ്രോഡക്റ്റാക്കി പുറത്തിറക്കുമ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പം മറ്റ് ഇൻഡസ്ട്രികൾക്കുള്ള റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി എന്ന നിലയിൽ നമുക്ക് ഇരുമ്പിൻ്റെ ഇൻഡസ്ട്രി എന്ത് വിളിക്കാം? ബേസിക് ഇൻഡസ്ട്രി എന്ന് വിളിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാം? സെപ്പറേറ്റഡ് എടുത്ത് വച്ചോളണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇരുമ്പെന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ് ഉള്ളതല്ലേ, അതുകൊണ്ട് നമ്മളിതിനൊരു ഹെവി ഇൻഡസ്ട്രി ആയിട്ടും കണക്കാക്കുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ കാര്യങ്ങളൊക്കെ ടൺ കണക്കിനുള്ള വെയിറ്റിലാണ് പറയുന്നത്. ടണ്ണ് കടിച്ചുകൊണ്ട് ടൺ എന്തുവാണ്? ടണ്ണ് 1000 കിലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത്, ഒരു ടൺ എന്ന് പറയുന്നത്. നമ്മളിവിടെ പഠിച്ചു, ഫിസിക്സ് പഠിച്ചല്ലേ. അപ്പോൾ ഇതാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് ഇരുമ്പ് അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സിൽ ഒന്ന് ആണ്. സോ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു മേജർ ആയിട്ടുള്ള മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് അയൺ ആൻഡ് സ്റ്റീൽ ആണ്. അയൺ ആൻഡ് സ്റ്റീൽ എന്ന് തന്നെ നമ്മൾ ബേസിക് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം മറ്റ് പല മിനറൽ അല്ലെങ്കിൽ ബേസ്ഡ് ഇൻഡസ്ട്രികളുടെ റോ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതൊരു ഹെവി ഇൻഡസ്ട്രിയും ആണ്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? വൺ ഓഫ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലുള്ള അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി നോക്കാം. ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു, ഏത് രാജ്യത്തിനും ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ അവിടുത്തെ ഇൻഡസ്ട്രികൾ ഡെവലപ്പ് ആവണം, അല്ലേ? അല്ല, ആലോചിച്ച് നോക്കിയോ, പ്രൊഡക്ഷൻ ഉൽപ്പാദനം ഉള്ള രാജ്യങ്ങൾക്കാണ് എപ്പോഴും സമ്പന്ന രാജ്യങ്ങളായി മാറുന്നത്. അമേരിക്ക ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, നിങ്ങൾക്ക് പരിചയമുള്ള റഷ്യ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഉൽപ്പാദന മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യങ്ങളാണ്. എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഉൽപ്പാദന മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിറ്റാലേ നമുക്ക് ഗുണമുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസ് ആരാ? അയൺ ആൻഡ് സ്റ്റീൽ. അപ്പോൾ നോക്കിയേ, ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഓഫ് ഈച്ച് കൺട്രി ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ കൺസംഷൻ. കണ്ടോ, ഏത് രാജ്യമാണോ ഇരുമ്പ് അയൺ ആൻഡ് സ്റ്റീൽ നന്നായി ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ഉൽപ്പാദനം നന്നായി നടക്കുന്നുണ്ട്, ആ രാജ്യങ്ങൾ എക്കണോമിക്കലി ഗ്രോത്ത് ഉണ്ടാക്കും. പിന്നെ ഈ പറയുന്ന അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തൊഴിലാളികളൊക്കെ വേണ്ട ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പിന്നെ പേടിക്കണ്ടല്ലോ, പോപ്പുലേഷൻ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ടോപ്പിലാണ്. അപ്പോൾ നമുക്ക് നോക്കിയത് അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് ഇരുമ്പ് കിട്ടിയത് കൊണ്ടല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മണ്ണിനടിയിൽ നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റുവിൽ എന്തുണ്ട്? ഇരുമ്പുണ്ട്. അപ്പോൾ നാച്ചുറലായ ഗുണം. ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യരാവശ്യം പോലെയുണ്ട്, കഴിവുള്ള മനുഷ്യരുണ്ട്. അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഗ്രോത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചതാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇത് മറ്റ് ഇൻഡസ്ട്രികളെ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല സർവീസ് സെക്ടറിനെയും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. ആലോചിച്ച് നോക്കി, ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, ഇരുമ്പെന്ന് പറയുന്ന സാധനം കുഴിച്ചെടുത്ത് അത് ഫാക്ടറി കൊണ്ടുപോകാൻ ട്രാൻസ്പോർട്ടേഷൻ വേണം. അവിടെ നിന്നും ഉണ്ടാകുന്ന സ്റ്റീലിന് അടുത്ത കമ്പനി കൊണ്ടുപോകാൻ ട്രാൻസ്പോർട്ടേഷൻ വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് സ്റ്റോർ ചെയ്യാൻ ആൾ വേണം, ഒരുപാട് പേര് വേണം. അപ്പോൾ ഉൽപ്പാദന മേഖല മാത്രമല്ല സേവന മേഖലയിലും അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട്. അതിലൂടെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ആവുന്നുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നൊക്കെ പറഞ്ഞ സംസ്ഥാനങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് മറ്റൊന്നുമില്ല. ഇവിടെ ആകെ ഉള്ളത് എന്താണ്? ഇത്തരത്തിലുള്ള കുറേ മിനറൽസാണ്. മിനറലും അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറികളുമാണുള്ളത്. അതിലൂടെയാണ് ഈ സ്ഥലങ്ങൾ എന്തായിട്ട് മാറുന്നത്? സമ്പന്നമായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് മാറുന്നത്. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ പറ്റി കേട്ടിട്ടില്ലേ? അവിടെ പെട്രോളിയം എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് ആ രാജ്യങ്ങൾ എന്തായത് ഡെവലപ്പായത്. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഇരുമ്പാണ് അതുപോലെ നമ്മളെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യാസ് എക്കോണമി. അപ്പോൾ അതൊരു ചോദ്യമായിട്ട് വരും. നോക്കടാ, എന്താ ചോദ്യം? വൈ ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് കോൾഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യാസ് എക്കോണമി. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ് റോ മെറ്റീരിയൽ നീഡഡ് ഫോർ അതർ ഇൻഡസ്ട്രീസ്. മറ്റ് ഇൻഡസ്ട്രീസിന് വേണ്ടി റോ മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്. തീരുന്നില്ല. എക്കണോമിക് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ ജീവിത നിലവാരം കൂട്ടുന്നുണ്ട്. രാജ്യത്തിൻ്റെ വരുമാനത്തിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷനാണ് നമുക്ക് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്ത് എവിടെ നിന്നാണ് തുടങ്ങിയത്? എപ്പോൾ മുതലാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പണ്ട് മുതലേ ഇന്ത്യയിൽ ഇരുമ്പുമായി ബന്ധപ്പെട്ട് നമ്മളതിനെ മെറ്റലർജി എന്നാണ് പറയുന്നത്, അല്ലേ? എന്താണ് മെറ്റലർജി? നിങ്ങളുടെയൊക്കെ നാട്ടിലൊരു കൊല്ലപ്പണിക്കാരൻ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തോ അല്ലേ അപ്പൂപ്പനും അമ്മൂമ്മയുടെ അടുത്ത് ചോദിച്ചാൽ അവരുടെ കാലത്തും ഉണ്ടായിരുന്നു കൊല്ലപ്പണിക്കാരൻ. പണ്ട് രാജാക്കന്മാരുടെ കാലത്തും ഉണ്ടായിരുന്നു. വാളും കാര്യവും പരിചയും കുന്തവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ. അപ്പോൾ ചരിത്രപരമായി നമ്മൾ ഇന്ത്യക്കാർ ഇരുമ്പുമായി വർക്ക് ചെയ്യാൻ അത്യാവശ്യം ഇരുമ്പ് യുഗം തുടങ്ങിയത് തൊട്ട്, ഇരുമ്പ് കണ്ടെത്തിയത് തൊട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണ്.
എന്നാൽ നമ്മൾ മെയിനായിട്ട് ഈ ഇൻഡസ്ട്രിയിലോട്ട് പോകുന്നത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം തന്നെയാണ്. ബ്രിട്ടീഷുകാർ കുറേ ഗുണമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യം തുടങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു അയൺ ആൻഡ് സ്റ്റീൽ, ഇരുമ്പിൽ നിന്ന് സ്റ്റീൽ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫാക്ടറി എന്ന് പറയുന്നതാണ് ടിസ്കോ, അതായത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 1907 ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇന്ത്യയിൽ എവിടെ വരുന്നു, ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലെ സാക്ഷി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പ് ഉരുക്ക് നിർമ്മാണശാല അല്ലെങ്കിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി നിലവിൽ വരുന്നത്. 1907 എവിടെ, ടിസ്കോ, ജാർഖണ്ഡിലാണ് വരുന്നത്. അടുത്ത മേജർ ഒരു കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി IISCO ആണ്. അത് വെസ്റ്റ് ബംഗാളിൽ വരുന്നു 1919. അടുത്ത് വരുന്ന ഒന്നാണ് കർണാടകയിലെ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി 1923. അപ്പോൾ ആദ്യകാലത്തെ ഇന്ത്യയുടെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 3 ഒന്നാമത്തേത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ, രണ്ടാമത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി IISCO, പിന്നെ വരുന്നതാണ് ഇത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കർണാടകയിൽ. അങ്ങനെ 3 വരുന്നത്. നമുക്ക് മാപ്പിനകത്ത് അതൊന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ. ഇവിടെ ബെല്ലാരി ഇവിടെ കൊടുത്തിട്ടില്ല അല്ലേ, ഈ മാപ്പിൽ അത് വന്നിട്ടില്ല. ശരി ഓക്കെ. പിന്നെ വിശാഖപട്ടണത്തുള്ളത് വിശ്വേശ്വരയ്യ ആണോ, സംശയമാണ്. എന്തായാലും ജംഷഡ്പൂരിലുള്ളത് ഉറപ്പായിട്ടും ഉണ്ട് കേട്ടോ. ജംഷഡ്പൂർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അയൺ ആൻഡ് സ്റ്റീൽ കമ്പനികളുടെ ചരിത്രം നോക്കുമ്പോൾ ആദ്യമായി വന്നത് ടിസ്കോ, രണ്ടാമത് വന്നത് IISCO, മൂന്നാമത് വന്നത് വിശ്വേശ്വരയ്യ. ടിസ്കോ വന്നത് ജാർഖണ്ഡിൽ, IISCO വന്നത് വെസ്റ്റ് ബംഗാളിൽ, വിശ്വേശ്വരയ്യ വന്നത് കർണാടകയിൽ. ഈ വിശ്വേശ്വരയ്യ എന്ന് വെച്ചാൽ ആരെന്നറിയാമോ, ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്, വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത്. ബ്രിട്ടീഷുകാർ പോയി 47 സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയൊക്കെ നമ്മൾ പ്രൈവറ്റായിട്ട് ഇടാൻ തീരുമാനിച്ചില്ല. അന്നത്തെ സർക്കാർ തീരുമാനിച്ചു ഇതെല്ലാം എന്ത് ചെയ്യണം, സർക്കാരിൻ്റെ കീഴിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ? ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഗ്രൂ റാപ്പിഡ്ലി ഡ്യൂറിംഗ് ദ സെക്കൻഡ് 5-year പ്ലാൻ ദ ഇൻ്റഗ്രേറ്റഡ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി നടക്കുന്നു. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ഇവരാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ എന്താണ്, ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ, അല്ലാതെ ഈ കമ്പനികളെല്ലാം സർക്കാർ പിടിച്ചെടുത്തു അങ്ങനെ വിചാരിക്കരുത്. ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ സ്റ്റീലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാണ്, നമ്മുടെ സെയിലാണ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ശരി, സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഉള്ള ഗവൺമെൻറ് അധികാരത്തിൽ അവരെന്ത് പറഞ്ഞു, ഇനി അങ്ങോട്ട് നമുക്ക് ബ്രിട്ടീഷുകാർ പോയി നമ്മൾ സ്വയം എന്ത് ചെയ്യണം, സ്വയം പര്യാപ്തമായിട്ട് മാറണം. നമുക്ക് ഇരുമ്പ് ഇവിടെ ആവശ്യം പോലെ ഉണ്ട്, അത്യാവശ്യ പരിപാടികളൊക്കെ ബ്രിട്ടീഷുകാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ഇരുമ്പ് ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിക്കണം. അങ്ങനെ 3 നമ്മൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഭിലായിൽ, ഒന്ന് റൂർക്കേലയിൽ, ഒന്ന് ദുർഗാപൂർ. ഇതെല്ലാം വിദേശ രാജ്യങ്ങളുമായിട്ടാണ്. ഭിലായിൽ എന്ന് പറയുന്ന സ്ഥലം, ഛത്തീസ്ഗഡിലെ ഭിലായിലുള്ള സ്റ്റീൽ പ്ലാന്റ് നമ്മൾ സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയുടെ, ഇന്നത്തെ റഷ്യ അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ നിർമ്മിച്ചു. റൂർക്കേലയിൽ ജർമ്മനിയുടെ സഹായത്തോടു കൂടെയും ദുർഗാപൂരിൽ നമ്മളെ സ്വാതന്ത്ര്യമാക്കിയിട്ട് പോയ ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നിർമ്മിക്കുന്നത്. സോ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഗ്രൂ റാപ്പിഡ്ലി ഡ്യൂറിംഗ് ദ സെക്കൻഡ് 5-year പ്ലാൻ. 5-year പ്ലാൻ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ, 5 വത്സര പദ്ധതി. റഷ്യയിൽ നിന്ന് നമ്മൾ കടമെടുത്തൊരു പരിപാടിയാണ്. അത് വരാൻ പോകുന്ന 5 വർഷം, നമുക്കറിയാം ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധി 5 കൊല്ലമാണ്. അപ്പോൾ ഈ 5 കൊല്ലം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കുന്നതാണ് 5-year പ്ലാൻ വഴി. ഓക്കെ, 51 തോന്നുന്നു ആദ്യത്തെ 5-year പ്ലാൻ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ 51, 52, 53, 54, 55, 56 ശേഷം അടുത്ത 5-year പ്ലാൻ വന്നു. അതിൽ ഒന്നാമത്തെ 5-year പ്ലാനിൽ നമ്മൾ കൃഷിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, കാരണം നമ്മൾ കൃഷി ഇമ്പോർട്ടൻ്റ് രാജ്യമല്ലേ. രണ്ടാം 5-year പ്ലാനിൽ നമ്മൾ ഇൻഡസ്ട്രികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ ഇൻഡസ്ട്രികളൊക്കെ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ 3 ഇൻഡസ്ട്രിയുടെ പേര് ഒന്ന് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ, ഏത് രാജ്യത്തിൻ്റെ സഹായവും പറഞ്ഞേ. ഭിലായി സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടനുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സഹായിച്ച് നിർമ്മിക്കുന്നത്. ഇതെല്ലാം നോക്കി നടത്തുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെയിൽ എന്ന് അറിയപ്പെടും. അപ്പോൾ നോക്കി, വെൻ ഡിഡ് ദ മോഡേൺ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ 1907 എവിടെ വരുന്നു, ജംഷഡ്പൂരിൽ വരുന്നു, സാക്ഷി എന്ന സ്ഥലത്ത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇത് തുടങ്ങുന്ന ആരായിരിക്കും, ജംഷഡ്ജി ടാറ്റ ആയിരിക്കും അല്ലേ. പിന്നീടാണ് ഈ സ്ഥലത്തിൻ്റെ പേര് എന്തായിട്ട് മാറുന്നത്, ജംഷഡ്പൂർ എന്ന് മാറുന്നതൊക്കെ. ഓക്കെ, അടുത്ത് വരുന്നതാണ് ഇത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വെസ്റ്റ് ബംഗാളിൽ 1919.
അടുത്ത് വരുന്നു മൈസൂരിൽ എന്ത് വരുന്നു, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വരുന്നു 23. ഇന്ന് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത്. അതൊരു ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. ഓക്കെ, അടുത്ത് ഈ പറയുന്ന നമ്മൾ എവിടെയൊക്കെ വരുന്നു 3 ഭിലായിലും റൂർക്കേലയിലും ദുർഗാപൂരും നമ്മൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ കാലഘട്ടത്തിൽ പുതിയ ഇൻഡസ്ട്രീസ് വരുന്നു. തീർന്നു, കുറച്ചുകൂടി പറഞ്ഞിട്ട് നിർത്താം നമുക്ക്. ഓക്കെ, ഇവിടെ ചോദ്യം പറഞ്ഞിട്ടുണ്ട്, ചോദിക്കാൻ ചാൻസും ഉണ്ട്. ഹൗ ഹാസ് ദ കൺസംഷൻ ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ അഫക്റ്റഡ് ഇന്ത്യാസ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്? ഇങ്ങനൊരു ചോദ്യം പരീക്ഷിക്കുന്നത് നിങ്ങൾ എങ്ങനെ എഴുതും നോക്കടാ. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഈസ് മെഷേർഡ് ബൈ അയൺ ആൻഡ് സ്റ്റീൽ കൺസംഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് അളക്കുന്നത് തന്നെ എത്ര നമ്മൾ അയൺ ആൻഡ് സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സിൻസ് ദ മെറ്റീരിയൽ ആർ ക്രൂഷ്യൽ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇരുമ്പ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായാലും മാനുഫാക്ചറിങ് വർക്കുന്നതായാലും കൺസ്ട്രക്ഷനിലായാലും ഇരുമ്പില്ലാതെ പറ്റത്തില്ല. വീട് വയ്ക്കുമ്പോൾ ആലോചിച്ച് നോക്കി, ഇരുമ്പ് കമ്പി വെച്ചല്ലേ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്, അത് മുതൽ നമ്മൾ ഇരുമ്പാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. വാട്ട് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഹെൽപ്ഡ് ദ അയൺ ആൻഡ് സ്റ്റീൽ ഗ്രോത്ത് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യം പറഞ്ഞ കാര്യമാണേ. നോക്കിയേ, ഒന്ന് ഇരുമ്പ് ഓറിൻ്റെ അവൈലബിലിറ്റി, ഇരുമ്പ് ഉരുക്കാൻ വേണ്ട കൽക്കരിയുടെ അവൈലബിലിറ്റി, സ്കില്ലായിട്ടുള്ള തൊഴിലാളികൾ, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജിയും കാശും. ഇത് മൂന്നും കൂടിയാണ് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. വൈ ഈസ് ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇമ്പോർട്ടൻറ്റ് ഫോർ എംപ്ലോയ്മെൻറ്റ്? കാരണം എന്തുകൊണ്ടാണ്? ഒരുപാട് തൊഴിലവസരങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യത്തിലോട്ട് പോകാം. ഇവിടെ മാപ്പിൽ നമുക്ക് പ്രധാനപ്പെട്ട ബെല്ലാരി എന്താ ഇവിടെ കാണിച്ചേക്കുന്നത് നോക്കിയേ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആണ്. ബെല്ലാരി രാജ ഓർമ്മയുണ്ടോ? സേലത്തുണ്ട്, ബെല്ലാരിയിലുണ്ട്, വിശാഖപട്ടണത്തുണ്ട്, ചന്ദ്രപൂർ, ഭിലായ്, രാജഗിരി, ബൊക്കാരോ, ജംഷഡ്പൂർ, പാരദീപ്, കേതുജാഘർ, ദുർഗാപൂർ, ഓക്കെ, റൂർക്കേല, പിന്നെ ഏതാ കിടക്കുന്നത് ബേൺപൂർ. ഇത്ര സ്ഥലങ്ങളിലാണ് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് ഉള്ളത്. അപ്പോൾ ഇവിടെ മാപ്പ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ജോലി ഞാൻ ഈസിയാക്കി. ഒഡീഷയിൽ റൂർക്കേലയും പാരദീപും കെന്ദുജാഘർ, ഓക്കെ, എന്തുവാണ് കെന്ദുജാഘറും ഉണ്ട്. അപ്പോൾ നോക്കി, ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രികളുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഒഡീഷയും ജാർഖണ്ഡുമാണ്. വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ ദുർഗാപൂർ, ബേൺപൂർ, ജാർഖണ്ഡിൽ ജംഷഡ്പൂർ, ബൊക്കാരോ, ചന്ദ്രപൂർ, രാജ്ഗർ, ഛത്തീസ്ഗഡിലാണെങ്കിൽ ഭിലായി, ആന്ധ്രാപ്രദേശിലാണെങ്കിൽ വിശാഖപട്ടണം, കർണാടകയിൽ ബെല്ലാരി, തമിഴ്നാട്ടിൽ സേലവും ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒഡീഷയും ജാർഖണ്ഡുമാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒഡീഷയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് ഒഡീഷയെ പറ്റി പറയാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഒഡീഷയിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്ന്, ഒഡീഷയുടെ ലൊക്കേഷനും അവിടുത്തെ നാച്ചുറൽ റിസോഴ്സും അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ ഒഡീഷ എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഏത് സംസ്ഥാനമാണ് ഒഡീഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നോക്കി, ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ ഒഡീഷ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഒഡീഷ എന്ന് പറയുന്നത്, പണ്ടത്തെ കാലത്ത് കലിംഗ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ ഇരുമ്പിൻ്റെ ഓറുകളുണ്ട്, ഇവിടെ ഇരുമ്പുരുക്കാൻ ആവശ്യമായ കൽക്കരിപ്പാടങ്ങളുണ്ട്, കടൽ മാർഗം നമുക്കിത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള അവസരവും ഉണ്ട്. ഇനി ഇരുമ്പ് ഉരുക്കി ഉണ്ടാക്കുമ്പോൾ നമുക്കിവിടെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്, അപ്പോൾ നദികളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും നാച്ചുറൽ റിസോഴ്സുകൾ ഈ സ്ഥലത്ത് സ്വന്തമായിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, ഹൈഗ്രേഡ് ആയിട്ടുള്ള അയൺ നമുക്ക് എന്താണ് ക്യോഞ്ചാറിൽ നിന്നും, സുന്ദർഗറിൽ നിന്നും, മയൂർഭഞ്ചിൽ നിന്നും കിട്ടുന്നുണ്ട് ഇരുമ്പ്. താൽച്ചർ റീജിയനിൽ നിന്ന് കൽക്കരി കിട്ടുന്നുണ്ട്. നല്ല റെയിൽവേയും അതുപോലെ ഹൈവേ നെറ്റ്വർക്കും ഉണ്ട്. അതുപോലെ തന്നെ റൂർക്കേലയും മറ്റ് സ്ഥലങ്ങളെയും ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് മറ്റ് സ്ഥലങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ലൈൻ ഉണ്ട്, പോർട്ടുണ്ട്, അതുകൊണ്ട് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് നടക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമ്മുടെ ഒഡീഷ പ്രധാനപ്പെട്ട ഒരു ഇരുമ്പ് ഉരുക്ക് നിർമ്മാണശാലയായിട്ട് മാറിയത്. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യം നോക്കിയേ. From the given map, you have recognized that Odisha is the major iron and steel industrial state of India. എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞു, ഒഡീഷയുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷനും മിനറൽ ആൻഡ് വാട്ടർ അവൈലബിലിറ്റിയും അല്ലേ, പറഞ്ഞ് മനസ്സിലായി കാണുമല്ലോ എന്താണെന്ന്. പിന്നെ ഹൈഗ്രേഡ് ഓർ നമുക്ക് ക്യോഞ്ചറിൽ നിന്നും, സുന്ദർഗറിൽ നിന്നും, മയൂർഭഞ്ചിൽ നിന്നും ഇരുമ്പ്, ഡയറക്റ്റ് ഇരുമ്പ് അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത് ഈ ഇരുമ്പ് കത്തിച്ച് ഉരുക്കാനായിട്ട് കൽക്കരി വേണം, അത് നമുക്ക് താൽച്ചർ റീജിയനിൽ നിന്ന് കിട്ടുന്നുണ്ട്. അടുത്ത് റെയിൽവേ നെറ്റ്വർക്കും അതുപോലെ തന്നെ റോഡ് വേയ്സും ഉണ്ട്. സോ കാര്യങ്ങൾ ഈസിയാണ്. ഇനി പ്രധാനപ്പെട്ട മാർക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല കോസ്റ്റ് ലൈൻസ് ഉള്ളതുകൊണ്ട്, കേട്ടോ, തീരപ്രദേശം ഉള്ളതുകൊണ്ട് ട്രേഡ് വഴി നമുക്ക് പുറത്തേക്ക് ഇൻ്റർനാഷണൽ ട്രേഡ് നടത്താനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒഡീഷയിൽ സ്റ്റീൽ പ്ലാന്റുകൾ വളർന്നത്. മതി, കുറേ സമയമായല്ലേ, ഇന്ന് ഇത്രയും മതി. നമുക്കിപ്പോൾ ഇത്രയും എന്ത് ചെയ്യാൻ നിർത്താം. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിച്ചാൽ പോലെ, ഇതിൻ്റെ കൂടെ അതും കൂടി വേണ്ടല്ലോ. ശരി, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട്